നമ്മുടെ നഴ്സുമാരോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. എസ്പെഷ്യലി അഞ്ജനയിൽ നിന്ന് ഞാൻ ആദ്യം തുടങ്ങാൻ പോവുകയാണ്. ഹായ് അഞ്ജന, സുന്ദരി. ഞാൻ സുന്ദരി എന്ന് വിളിച്ചത് എന്നാന്നറിയോ? എനിക്ക് ഫ്രണ്ട് ഇരുന്നപ്പോൾ മൊത്തം അമർ അക്ബർ ആന്റണിയിൽ ഒരു ചോദ്യം ഉണ്ടല്ലോ, സിസ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്, 1-2 ഒക്കെ കൊള്ളാം എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതായത് ബൈസ്റ്റാൻഡേഴ്സിൽ നിന്ന് ചെയ്യുന്നോ അല്ലെങ്കിൽ? ഉറപ്പായിട്ടും ഉണ്ടാവില്ല അഞ്ജന. അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ മാരേജ് ഉണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഓൾറെഡി എന്റെ മാരേജ് കഴിഞ്ഞതാണ്. അപ്പൊ ഞാൻ അത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാരേജ് കഴിഞ്ഞാണ്? അതെ. ആരാ വന്ന് ചോദിച്ചത്? ബൈസ്റ്റാൻഡർ ആണോ വന്ന് ചോദിച്ചേ? ബൈസ്റ്റാൻഡർ ആണ് ചോദിച്ചത്. അവരെ മോന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. മോനായിരുന്നോ പേഷ്യന്റ്? അമ്മയായിരിക്കും ബൈസ്റ്റാൻഡർ. ഇല്ല, അത് നോക്കൂലല്ലോ, അവര് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ അമ്മ ജോലി ഏറ്റെടുത്ത. ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നഴ്സുമാർക്ക് സാധാരണ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും വയ്യായ്മ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സെൽഫ് മെഡിക്കേഷൻ ആണോ ചെയ്യുന്നത്, അതോ അപ്പൊ തന്നെ പാനിക് ആയിട്ട് അടുത്ത ആളുടെ അടുത്ത് ചോദിക്കുകയാണോ ചെയ്യുന്നത്? എന്തായിരിക്കും യൂഷ്വലി ചെയ്യുന്നത്? ഞാൻ അവിടെ ചോദിക്കട്ടെ, ആ ചേച്ചിനോട് ചോദിക്കട്ടെ. സൽവാർ എടുത്ത് കൈയൊക്കെ കെട്ടി എന്റെ അടുത്ത് ചോദിക്കൂ. ചേച്ചി പേരെന്നാ? എന്റെ പേര് പ്രിയ. പ്രിയ. അപ്പൊ ഇനി പ്രിയ സിസ്റ്ററെന്നേ വിളിക്കുള്ളൂ. പ്രിയ സിസ്റ്ററെ, സിസ്റ്ററിനൊരു പെട്ടെന്നൊരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മെഡിസിൻ ഒക്കെ എടുക്കാൻ പറ്റുമോ, അതോ എങ്ങനെയാ സിസ്റ്റർ ചെയ്യാം? ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നോക്കും. അല്ലെങ്കിൽ കൈവിട്ട് പോവുകയാണെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് പറയും. അത് എനിക്കാന്ന് പറയത്തില്ല. അതെ, എന്റെ ഒരു ബന്ധുവിനാണ്, എന്തോ ചെയ്താൽ പറ്റും എന്നൊക്കെ ചോദിക്കും. അവര് തന്നെ കളിയാക്കും, ഒരു നേഴ്സായിട്ട് അറിയില്ലേ എന്ന് കളിയാക്കുന്നതിലും ഭേദം വേറെ എന്റെ ബന്ധുവിനാ, അവര് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അതുകൊണ്ട് ഡോക്ടർ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കും. നല്ല ഐഡിയ അല്ല? കഥ ഇറക്കുന്നുണ്ട് നിമിഷകവി പോലെ. എല്ലാം ഇറക്കി വിട്ടു, ഇതല്ല അവർ കേൾക്കും കേട്ടോ. ചേച്ചി, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് പോവാം. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. ചേച്ചി, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജിന്റെ ഈ മാലാഖമാർക്കാണ് ഇന്ന് പോകുന്നത്. They are actually our main and they are going to be the bright of നമ്മുടെ ലൈഫ്. So thank you, please join us. അതുപോലെ തന്നെ ശ്വേത ചേച്ചി, വായോ നമുക്കത് കൊടുക്കാം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ. അപ്പൊ എന്തായാലും ഗോകുലം മെഡിക്കൽ കോളേജ് ടീം നിങ്ങൾക്ക് ലഭിക്കുന്നത് ക്യൂട്ടി ദ ഹാൻഡ് വാഷിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ആണ്. കാരണം ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നിങ്ങളാണ്. അതോടൊപ്പം വില്ലി വൈറ്റിന്റെ ഗിഫ്റ്റ് ഹാമ്പറും ലഭിക്കുന്നുണ്ട്. യെസ്, പ്ലീസ് ജോയിൻ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ മാത്രമല്ല എന്നത്തെയും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന താരങ്ങളാണ് നിങ്ങൾ എല്ലാവരും. അതുപോലെ തന്നെ ഇനിയും ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുക.